ഇപ്പൊ കേക്ക് ഇത് ഇപ്പൊ അപ്പൊ ഇത് ഈ നിങ്ങൾ കേക്ക് നിങ്ങൾ അപ്പൊ അവിടെ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ ഞെട്ടിക്കുന്നൊരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. എന്തോ ഒരു ചീത്ത വിളിയാണ് ഇവർ വിളിക്കുന്നത്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്സെറ്റൊക്കെ ഉള്ളൊരു എന്തായാലും ഒരു ഹെഡ്സെറ്റൊക്കെ ശരീരമായിട്ട് തിരികെ വെച്ചോ. ഞാനിതെല്ലാം ആലോചിച്ചത്, ഇവരൊക്കെ ജയിച്ച് പാലക്കാട്ടിൽ വന്നായിരുന്നെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കട്ടപ്പുകയാണ്. കട്ടപ്പുകയെന്ന് വെച്ചാൽ കട്ടപ്പുക. ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്ന ആളുകളെ വേണം പത്തലങ്ങമ്പൂരി അടിക്കാൻ. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണല്ലോ ആളുകൾ നെഞ്ചിലേറ്റി നടന്നേ നോക്കുമ്പോഴത്തേക്ക് ഇവർക്കെതിരെ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. എന്തൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ സമയമായപ്പം കണ്ടായിരുന്നു. ശോഭേച്ചിയെ ജയിക്കൂ, ശോഭേച്ചി മതി. ഇപ്പം കണ്ടില്ലേ, താനി കോണം, ശോഭയുടെ താനി കോണം പുറത്ത് വന്നിരിക്കുവാണ്. അപ്പം റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ് പാലക്കാട് പൈസ കൊടുത്തിട്ട് ഇലക്ഷൻ്റെ തലേന്ന് പൈസ കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിയ ശോഭയെ കയ്യോടെ പൊക്കിയത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യോടെ പൊക്കിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ശോഭ ചേച്ചി വന്നിരുന്നിട്ട് മെഴുകുന്നതും കരയുന്നതും ചിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അത് ഞാനല്ല, അത് ആ പൈസ കൊടുത്ത സ്ത്രീ അത് നിഴലാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ മെഴുകുന്ന കണ്ടതാണ്. നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കണ്ടതാണ്. ശോഭ ചേച്ചി പൈസ കൊടുക്കുന്നതും ആ പൈസ കൊടുക്കുന്ന സ്ത്രീ ഓടി ശോഭ ചേച്ചിയുടെ കാറിൽ കയറി പുറവിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വന്ന ഫുള്ള് വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവരിത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അന്ന് ഇവരെന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഞാൻ ആ ഒരു വോയിസ് വെച്ച് തരാം, നിങ്ങൾ കേട്ടോണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹെഡ്സെറ്റൊക്കെ ഒന്ന് തിരികെ വെച്ചിട്ട് കേൾക്കണം. കാരണം അമ്മാതിരി വൃത്തികേടും അമ്മാതിരി തെറിവിളി. ഇവരെ പോലെയുള്ള ആളുകളാണല്ലോ ജനപ്രതിനിധികളായിട്ട് നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇവരെങ്ങാനും ജയിക്കുമായിരുന്നെങ്കിൽ പാലക്കാട് ഇവരെ ജയിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവർ ജയിക്കുവാണെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യമായിട്ട് ഇവരെ പോലെയുള്ള ജനപ്രതിനിധികളെന്ന് വിളിക്കുന്ന ഇവരെ പോലെയുള്ള മുഖം മൂടി അണിഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് പോകുമ്പം ഇവരെ തനിക്കുണം, ഇതുപോലുള്ള കുണമല്ലേ ഇവർ കാണിക്കുന്നത് അല്ലേ? 10-30 കൊല്ലം ഇതിൽ ഈ ഫീൽഡിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ 10 പൈസയുടെ വിവരം ഈ ശോഭ ചേച്ചിക്കില്ല എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും എന്ന് തെളിവ് വീഡിയോ കാണിച്ചിട്ട് പോലും അത് നിഴലാണ്, അത് വീഡിയോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഉരുണ്ട് കളിച്ച് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ കോൺഗ്രസ്സുകാരുടെ ഷാഫി പറമ്പിലിൻ്റെ തലയിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലൊക്കെ ഇതങ്ങ് എടുത്തിട്ട് അവരാണ് ഇത് ചെയ്യിപ്പിച്ചത്, അവർ ഇലക്ഷൻ്റെ തലേന്ന് കാണിച്ച് ഡ്രാമയെന്നൊക്കെ പറഞ്ഞ് അതിലോട്ടങ്ങ് പോയി. ഇപ്പം കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിലുള്ള BJP ആലപ്പുഴയിലുള്ളൊരു ബിന്ദു എന്ന് പറയുന്നൊരു BJP പ്രവർത്തകയുടെ തലയിലോട്ട് അടിച്ചു വെച്ചിട്ട് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുവാണ് ഈ ശോഭ ചേച്ചി. അങ്ങനെ അവരെ വിളിച്ചിട്ട് തെറി വിളിക്കുന്ന ഒരു ഓഡിയോയാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അപ്പം ഞാനതിവിടെ വെച്ച് തരാം. അതിനുശേഷം ബിന്ദു അവർ എന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് ന്യൂസിന്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടോണം. എന്തായാലും ഇവരെ പോലെയുള്ള ആളുകളുണ്ടല്ലോ ജനപ്രതിനിധിയായിട്ട് ജയിച്ച് വന്നാലുള്ള അവസ്ഥ ഇതിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു. ശോഭ ചേച്ചിയുടെ നല്ല ഞെട്ടിക്കുന്ന നല്ല പുളിച്ച തെറികൾ അടങ്ങിയിട്ടുള്ള ആ സാധനം അതൊക്കെ എന്തായാലും മ്യൂട്ട് ചെയ്തിട്ടാണ് വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് കേട്ടു. ഓക്കെ, ഏത് പണം കൊടുക്കാനുള്ള ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ എടുത്തിയാ? കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? കാറിലല്ലേ അവള് വന്നത്? എവിടെ? എന്റെ ശോഭ, ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാരിയല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയിൽ അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന നിങ്ങൾ പോസ്റ്റ് ഇട്ടോ?
ഇട്ടോ. ഇടുന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എൻ്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? നിങ്ങൾ കേക്ക്, നിങ്ങൾ സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഞങ്ങള് ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ നിന്നെ ഞാൻ കോടതിയെ കയറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. കേട്ടല്ലോ. അപ്പം ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു കേട്ടല്ലോ, ഇവരെ ഈ ഇലക്ഷന് തകർത്ത് കളഞ്ഞത് ശോഭയാണെന്നാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഇവരെ ഒതുക്കാൻ പല പരിപാടികളും ഈ ശോഭ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞെട്ടിക്കുന്നൊരു വോയിസാണ് ഇപ്പോൾ പുറത്തു വന്നിട്ട്. ശോഭ ചേച്ചിയുടെ തനി കോണമാണ് ഇപ്പം കണ്ടേക്കുന്നത്. അപ്പം ഇത് സംഭവം വേറൊന്നുമില്ല. ഇത് ഇവരെ തലയിലോട്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ഇത് വോയിസ് കേട്ടിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളതൊക്കെ സംഭവങ്ങൾ കേട്ടിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്ദു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയോട് ശോഭയ്ക്ക് എന്തോ നല്ല രീതിയിലുള്ളൊരു ദേഷ്യമുണ്ട്, നല്ല രീതിയിലൊരു വൈരാഗ്യം ശോഭ ചേച്ചിക്കുണ്ട്. അപ്പം ഈ സംഭവം ഇതിലേക്ക് അങ്ങോട്ട്
അങ്ങോട്ട് വഴിതിരിച്ചങ്ങോട്ട് വിടാനുള്ള സംഭവമാണ് ഇപ്പം ഇവർ നോക്കുന്നത്. കാരണം ഓൾറെഡി ഇവർക്കെതിരെ പരാതി പോയിട്ടുണ്ട്. അപ്പം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ശോഭ. എന്തായാലും അത് ഇവർക്ക് 8ന്റെ പണി കിട്ടും, കേസും കാര്യങ്ങളൊക്കെ ആയി മുമ്പോട്ട് പോകേണ്ട വരുമെന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ വൈരാഗ്യമുള്ള ഈ ബിന്ദുവിൻ്റെ തലയിലേക്ക് കൊണ്ടിട്ടങ്ങ് വഴിതിരിച്ച് വിട്ടങ്ങ് രക്ഷപ്പെട്ട് പോകാനുള്ള പരിപാടിയാണ് നോക്കിയെന്നാണ് എനിക്ക് തോന്നിയത്. വോയിസിൽ നിന്ന് അവർ പറയുന്ന കേട്ടില്ലേ, ഇവരെ ഒതുക്കിക്കളഞ്ഞത് വരെ ശോഭ ചേച്ചിയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഇവരെ വായിന്ന് വരുന്ന ഈ ഒരു സംഭാഷണമൊക്കെ അത് ഭയങ്കര മോശമാണ് അല്ലേ. ഇവരൊക്കെ ജയിച്ചു വന്നാലുള്ള പാലക്കാടിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ കളി വേണമെങ്കിലും കളിക്കുമെന്ന് ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്, നമ്മുടെ രാഷ്ട്രീയത്തിലെ എക്സാമ്പിളാണ് ശോഭ ചേച്ചി. ഇതിനു മുമ്പ് ഞാൻ ശോഭ ചേച്ചിയുടെ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്, തെളിവ് ഉൾപ്പെടെ അതിനകത്ത് കിടപ്പുണ്ട് വോയിസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്കൊരു കുന്തത്തിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ ജനപ്രതിനിധിയായിട്ടിരിക്കുന്നത്. ഇതിന് എനിക്ക് കയറി ജനപ്രതിനിധിയായിട്ട് നിന്നിട്ട് കുറച്ച് പൈസ എനിക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു വോയിസ് സംഭാഷണമാണ് അതിനകത്ത് കിടക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിൻ്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായിട്ടും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യാതൊരുവിധ സത്യവുമില്ല. ഒരു പാലക്കാട്ട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയോ എനിക്ക് ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയിൽ ഇപ്രകാരം നാണം കെടുത്തുന്നതിനോ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് അവർക്ക് തെളിയിക്കാം. അവർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരത് തെളിയിക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കവലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ രാത്രിയിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ജില്ലയിൽ വന്ന് അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ട് പോകുന്നെന്നും അതിനെതിരെ അത് ശരിയല്ലെന്നും ജില്ലാ പ്രസിഡന്റായ ഞാൻ ഇത് അറിയുന്നില്ലെന്നും സംസ്ഥാനത്ത് വിളിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരുടെ ഈ ധിക്കാരപരമായ വണ്ടിയിൽ നിന്ന് ഇറക്കി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി, ഇതെല്ലാം ഇവരുടെ ശരിയായ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. ഒരു 60 വയസ്സുള്ള വൃദ്ധയായ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അടിച്ച് നിന്റെ ചെപ്പകളയുമെന്നും അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന പല ആരോപണങ്ങളും ഇവരുന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു വനിതയ്ക്കെതിരെ ഇപ്രകാരം യാതൊരു സത്യവുമില്ലാത്ത ഒരു കാര്യം, അതും ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തൻ്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ല. കണ്ടല്ലോ. എന്തായാലും ശോഭ ചേച്ചിയുടെ താനി കോണമാണ് ഇപ്പം മലയാളികൾ കണ്ടത്. എന്തായാലും ഒരു ഇലക്ഷനോടുകൂടി എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആരാണെന്ന് ജനങ്ങൾക്ക് കാണാൻ പറ്റി. ഞാൻ ആദ്യം പറയുന്നത് പാലക്കാടൊക്കെ ഇവരൊക്കെ ജയിച്ചു വരുവാണെങ്കിൽ ആ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് ഇവരെ സമീപിക്കുന്ന സമയത്ത് ഇവരെ പ്രതികരണങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ച് നോക്കിയേ. അപ്പം എന്തായാലും ഇതിന് മറുപടിയായിട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടം മറുപടി കൊടുത്തിട്ടുണ്ട് ഇവരെ ഈ പൈസ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ. അതിനുശേഷം ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്നും കൂടെ കാണിച്ചു തരാം. ആ 2-3 വീഡിയോസ് അതിൻ്റെ നമ്മൾ കണ്ടതാണ്. അതിനകത്തെല്ലാം നല്ല വ്യക്തമായിട്ട് കണ്ടതാണ്. ശോഭ ചേച്ചിയുടെ കൂടെ കാറിനകത്ത് കയറിയിരിക്കുന്ന അവരാണ് പൈസ കൊടുത്തതെന്നല്ല വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല, അതെൻ്റെ നിഴലാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, അങ്ങനെ ശോഭ പറയുന്നത് പോലെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തുകൊണ്ട് അവർ അങ്ങനെയൊന്നും അവരൊക്കെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിൽ അവരെന്തുകൊണ്ട് ആ സ്പോട്ടിൽ ഇറങ്ങി പ്രതികരിച്ചു, അവൻ്റെ കയ്യിൽ നിന്ന് ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കി, അതിനുശേഷം നിൻ്റെ ചെക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് മിണ്ടാതങ്ങ് പോയാൽ പോരെ. അവർ ഞാൻ പൈസ കൊടുത്തിട്ടില്ല, ഞാനങ്ങനെ ഒന്നും ചെയ്യിച്ചിട്ടില്ലെങ്കിൽ മിണ്ടാതങ്ങ് പോയത്. മാത്രമല്ല ആ സ്ത്രീ കാറിനകത്തുമുണ്ട്, തെളിവ് വീഡിയോക്കകത്ത് ആ സ്ത്രീ ശോഭയുടെ ഉള്ള സ്ത്രീ അതും BJP പ്രവർത്തകയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ശോഭയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് അല്ലേ. അപ്പം മിണ്ടാതങ്ങ് പോയി. പിന്നെ മാധ്യമങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് ശോഭ സുരേന്ദ്രൻ മെഴുകിയത് നമ്മൾ കണ്ടതാണ്. അത് നിഴലാണ്, അങ്ങനെ ഒരു സ്ത്രീ അതിനാ കാറിനകത്തില്ലെന്നൊക്കെ പറഞ്ഞ്
മെഴുകുന്നതും കണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്, അതിൽ തന്നെ കള്ളത്തരമുണ്ട്. ശോഭ പറയുന്നതെല്ലാം കള്ളമാണ്, മെഴുകുക എന്നെല്ലാം ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല, അവസാനം ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തലയിലേക്ക് കൊണ്ട് അതങ്ങോട്ട് ഇട്ടിട്ട് വഴിതിരിച്ച് വിടാനുള്ള പരിപാടിയാണ്. അവരാണെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തുള്ള ആളാണ്, ആലപ്പുഴയിലെ BJP പ്രവർത്തകയാണ്. അവരെ ഒതുക്കാൻ ഈ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണെന്നാണ് അവരും പറയുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് തന്നെ ശോഭാ സുരേന്ദ്രന് ഒരു വിലയില്ല എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേരെ, വീഡിയോ ലൈക്ക് ചെയ്തേരെ, ഹൈപ്പ് ചെയ്തേരെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.